ആർ എസ് എസിൻ്റെ ഒരു നയങ്ങളെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ പൊതുവേ ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏത് സാമ്പത്തിക നയമാണ് നിങ്ങൾ പിന്തുടരുന്നത്? അതായത് മുതലാളിത്തമാണോ സോഷ്യലിസമാണോ? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പൊതുവേ വരുന്നുണ്ട്. സാമ്പത്തിക നയങ്ങളിലുള്ള സംഘത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നൊരു ചോദ്യം, അത് സ്ഥിരമായി സംഘത്തിൻ്റെ ആളുകൾ കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ ചോദ്യം ഉയരുന്നതാണ്. പലപ്പോഴും മൂന്നാം വഴി, തേർഡ് വേ എന്നുള്ള രീതി, ആ ഒരു പുസ്തകവുമൊക്കെ വെച്ചിട്ടാണ് അതിൽ നിന്നൊരു മറുപടികളൊക്കെ കിട്ടാറുള്ളത്. ഈ പുസ്തകത്തിൽ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്? അതിൽ സാമ്പത്തിക കാഴ്ചപ്പാട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ ലോകം സാമാന്യമായിട്ട് അറിയുന്നത് രണ്ട് സംഗതിയാണല്ലോ. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം, അല്ലെങ്കിൽ മുതലാളിത്തം. അവർക്കതേ അറിയൂ എന്നുള്ളത് കൊണ്ടാണ്. ഭാരതത്തിൻ്റെ ജീവിത വീക്ഷണവും ദർശനവും തന്നെ വേറെയാണല്ലോ, ഇവർ രണ്ടു കൂട്ടരും പറയുന്ന തരത്തിലല്ല എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക വീക്ഷണവും വാസ്തവത്തിൽ വേറെയുണ്ട്. അതിപ്പോൾ സംഘത്തിൻ്റെ സാമ്പത്തിക വീക്ഷണം എന്ന് പറഞ്ഞെന്നാൽ അതിനെ വേണമെങ്കിൽ ഏകാത്മമാനവ ദർശനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സംഘത്തിൻ്റെ സാമ്പത്തിക വീക്ഷണം അഥവാ സാമ്പത്തിക മേഖലയിലുള്ള ഇടപെടലുകളോ പ്രവർത്തനങ്ങളോ ഉള്ളത്. മുതലാളിത്തം എന്ന് പറയുമ്പോൾ പരമാവധി തൊഴിലാളികളെ ചൂഷണം ചെയ്യുക, സമ്പത്താർജിക്കുക, കുറച്ച് പേര് സുഖിക്കുക എന്നുള്ളതാണ്. സോഷ്യലിസത്തെ സംബന്ധിച്ച് പറച്ചിലിൽ നല്ല സുഖകരമായ സമത്വമാണെന്ന് പറഞ്ഞാലും മുതലാളിമാരെയെല്ലാം അല്ലെ സമ്പത്തുള്ളവരെല്ലാം നശിപ്പിച്ച് കളയുക, സമ്പത്തിൻ്റെ ഉടമകളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്രോതസ്സും കൂടെയാണ് നശിപ്പിക്കുന്നത് എന്ന് ഉള്ള കാര്യം അവർ ശ്രദ്ധിക്കാത്തതാണോ മറച്ചു വെച്ചതാണോ എന്നറിയില്ല. സത്യത്തിൽ സംഭവിക്കുന്നതാണ്. മുതലാളിത്തത്തിൻ്റെ സമ്പത്തെല്ലാം പിടിച്ചു വെച്ച് ദേശസൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ പൊതു മുതലാക്കി മാറ്റിയാൽ അങ്ങനെ മുതൽ വളരുമോ? വളരില്ല എന്നുള്ളതിനിപ്പം ലോകചരിത്രം സാക്ഷിയാണ്. അപ്പോൾ ഇത് രണ്ടുമല്ല വാസ്തവത്തിൽ. സംഘത്തിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതെല്ലാം പരസ്പര പൂരകമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് മുതലാളിമാരെ അവരെ ശത്രുക്കളായി കാണുക, വ്യവസായം നടത്തുന്നവരെ ഉന്മൂലനം ചെയ്യുക, കൃഷി ചെയ്യുന്ന ഭൂവുടമകളെ ശത്രുക്കളായി അവരെ കൊന്നു തീർത്ത് ഭൂമി പിടിച്ചെടുക്കുക, ഇങ്ങനെയല്ല പുരോഗമനവും വികസനവും ഉണ്ടാക്കേണ്ടതും എന്നുള്ളതാണ്. വ്യവസായം വളരണം. അപ്പോൾ അതുകൊണ്ടിപ്പം ഭാരതീയ മസ്ദൂർ സംഘം ശരിക്ക് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ BMS തുടങ്ങിയിരിക്കുന്നത്. തുടങ്ങിയ ആൾ രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, തൊഴിലാളി സംഘടനാ പ്രവർത്തനം എന്താണെന്ന് അറിയണം. അത് RSSന് മുന്നേ പരിചയമില്ല. അതുകൊണ്ട് കേരളത്തിൽ സംഘത്തെ പ്രവർത്തനത്തിന് ആദ്യകാലത്ത് വന്ന ആളാണ് ദത്തപ്പന്ത് ഠേങ്കഡിജി. അദ്ദേഹത്തിന് BMS തുടങ്ങാൻ നിയോഗിച്ചു, തൊഴിലാളി സംഘടന തുടങ്ങാൻ നിയോഗിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് INTUC പോയി ചേരുകയാണ് ചെയ്തത്. അന്നത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് INTUCയിൽ പോയി ചേർന്ന് അതിൻ്റെ യൂണിയൻ്റെ ചുമതലകൾ ഏറ്റെടുത്തു, പ്രവർത്തിച്ചു. കുറേ വർഷങ്ങൾ പ്രവർത്തിച്ചു. ക്രമേണയാണ് അവർക്ക് മനസ്സിലായുള്ളൂ ഇയാൾ RSS ആണെന്ന്, RSSൻ്റെ പ്രചാരകനാണെന്നൊക്കെ അവർക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ ക്രമേണ ഇടപഴകൽ കൊണ്ട് മനസ്സിലായെങ്കിലും അവരെ നശിപ്പിക്കാനല്ലല്ലോ ഇദ്ദേഹം ചെന്നത്. തുറന്ന് കാര്യങ്ങൾ തന്നെ പറഞ്ഞ് അതുകൊണ്ട് തൊഴിലാളി സംഘടനാ പ്രവർത്തനം എന്താണെന്ന് അറിഞ്ഞ് അദ്ദേഹത്തിന് അവർ യാത്ര അയച്ചു. അദ്ദേഹം ആ പ്രവർത്തനം അവസാനിപ്പിച്ച് BMS തുടങ്ങാൻ പോരുമ്പോൾ അദ്ദേഹത്തിന് നല്ല യാത്രയയപ്പ് കൂടെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത്. അദ്ദേഹമാണ് BMS തുടങ്ങുന്നത്. അപ്പോൾ BMS തുടങ്ങുമ്പോൾ ഉണ്ടാക്കിയ BMSൻ്റെ മുദ്രാവാക്യമായിട്ട് പറഞ്ഞത് സംഘത്തിൻ്റെ RSSൻ്റെ ഒരു സാമ്പത്തിക വീക്ഷണവും കൂടിയാണ്. അതായത് വ്യവസായവൽകൃത രാജ്യം, തൊഴിലാളിവൽകൃത വ്യവസായം, വ്യവസായവൽകൃത രാജ്യം, ഇങ്ങനെ ഒരു ഇക്വേഷനാണ് BMS മുന്നോട്ട് വെച്ചത്. അപ്പോൾ തൊഴിലാളി വിരുദ്ധമാകാൻ പാടില്ല വ്യവസായം. അവരെ ചൂഷണം ചെയ്യുകയും അവരുടെ പരമാവധി ചോര ഊറ്റി കുടിച്ച് തടിച്ചു കൊഴുക്കുക എന്നുള്ളതല്ല. തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് അവരുടെ ക്ഷേമവും കൂടി ഉറപ്പുവരുത്തുന്ന തരത്തിൽ വ്യവസായങ്ങളെ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അവിടെ ശത്രുത ഉണ്ടെങ്കിൽ പറ്റില്ല. തൊഴിലാളികളും വ്യവസായവും പരസ്പര പൂരകമാവണം. വ്യവസായവൽകൃത രാജ്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആധുനിക ലോകത്ത് വ്യവസായത്തിനെ പിന്നോട്ടടിച്ചുകൊണ്ട് രാജ്യത്തിന് പുരോഗതി ആർജിക്കാൻ കഴിയില്ല. അപ്പം വ്യവസായവൽകൃത രാജ്യം, അതാണ് അടിസ്ഥാനപരമായ ഒരു സാമ്പത്തിക തൊഴിൽ വീക്ഷണം RSSൻ്റെ. അതാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിലൂടെ അവതരിപ്പിച്ചതും. അതിൽ ഈ വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോൾ അവിടെയും കുറേ പരിഗണനകളുണ്ട്. എല്ലാ എങ്ങനെയും വ്യവസായം മാത്രം വളർത്തുക, ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെന്നല്ല. ഏകാത്മമാനവ ദർശനം എന്നുള്ളത് ദീനദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ആശയമാണ്. അതുതന്നെയാണ് ഠേങ്കഡിജി തേർഡ് വേ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. മറ്റൊരു ആഖ്യാനം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഏകാത്മമാനവ ദർശനം എന്ന് പറയുമ്പോൾ ഒന്നൊന്നിനെതിരല്ല.
പരസ്പര പൂരകമാണ്. ഒന്നിൻ്റെ തന്നെ വികാസം അതിങ്ങനെ വളർന്ന് പ്രപഞ്ചത്തോളം, വ്യക്തി പ്രപഞ്ചത്തോളം വളരുന്നതിനെയാണ് ഏകാത്മമാനവ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘടകം, ഒരു വലയം സ്പ്ലിറ്റായാൽ മൊത്തം അതിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് ഒന്നിന് വിരുദ്ധമല്ല മറ്റൊന്ന്, പരസ്പരം പോഷകമായിരിക്കണം. പരസ്പര വിരുദ്ധമായ പോരാന്ന് മാത്രമല്ല, പരസ്പര പോഷകവും കൂടിയായിരിക്കണം. അങ്ങനെ പരസ്പര പോഷകമാക്കി കൃഷിയും വ്യവസായം മാത്രമല്ല, സാമ്പത്തിക രംഗം എന്ന് പറയുമ്പം മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തൊഴിൽ, ഒരു കൃഷി ഒരു വലിയ ഭാരതത്തെ സംബന്ധിച്ച് കൃഷി വലിയ ഒരു അളവാണ്. പല കാര്യങ്ങളിലും ഭാരതം ഒന്നാം സ്ഥാനത്താണ്, പല കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ. അപ്പം കൃഷിയും വ്യവസായവും തൊഴിലാളിയും എല്ലാം കൂടി പരസ്പര പൂരകമായി എങ്ങനെ വർത്തിക്കണം, ഇതാണ് അടിസ്ഥാന സാമ്പത്തിക കാഴ്ചപ്പാട് സംഘത്തിൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേശീയ തൊഴിലാളി എന്നൊരു സങ്കല്പം. മറ്റൊരു തൊഴിലാളി എന്നേ ഉള്ളൂ. ആഗോള തൊഴിലാളികളൊക്കെ ഒറ്റ ജാതിയാണെന്നാണ് പറഞ്ഞത്. ലോകത്തിലെ തൊഴിലാളിയെല്ലാം കണക്ക് തന്നെയാണ്, അവൻ്റെ അനുഭവങ്ങളൊന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അനുഭവങ്ങളും ഒന്നാണ്, അവൻ്റെ ചിന്താഗതി ഒന്നാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യം നോക്കിയാൽ മതി. അതുകൊണ്ടാണല്ലോ എല്ലാ തൊഴിലാളികളും സംഘടിച്ചാൽ മതി, ബാക്കി രാജ്യം നന്നായാലും രാജ്യമില്ലല്ലോ, ആഗോളം അന്ന് ഇസമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളി വേറെ എന്തോ ഒരു ജന്മമാണെന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. തന്നെയല്ല, ഇന്നത്തെ കണക്കിൽ നോക്കിയാൽ ഈ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ആരെയാ തൊഴിലാളിയായിട്ട് കണക്കാക്കാൻ പറ്റുക? കളക്ടർ തൊഴിലാളിയാണോ? അല്ലേ? സൂപ്രണ്ട് തൊഴിലാളിയാണോ? അയാളുടെ മുകളിലുള്ളവരെ സംബന്ധിച്ച് അയാൾ തൊഴിലാളിയാണ്, താഴെയുള്ളവരെ സംബന്ധിച്ച് അയാൾ മുതലാളിയാണെന്ന് പറയേണ്ടി വരും. ഇപ്പം ഞാനൊരു വീട് പണിയിപ്പിക്കുന്നു, ഞാൻ കൂലിപ്പണിക്കാരനാണ്. വീട് പണിയുന്നവനെ സംബന്ധിച്ച് ഞാൻ മുതലാളിയാണ്. അപ്പോൾ ആരാ തൊഴിലാളി അല്ലാത്തത്, ആരാണ് മുതലാളി അല്ലാത്തത്? അപ്പോൾ അതുകൊണ്ട് പഴയ ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ മുന്നോട്ട് വെച്ച തൊഴിലാളി എന്ന സങ്കല്പം തന്നെ അപ്രസക്തമായിരിക്കുന്നു. പരസ്പര പൂരകമായി വേണം. അപ്പോൾ കൃഷിയും, ഇപ്പോൾ ഭൂ ഉടമയ്ക്ക് അയാൾ നശിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കൃഷിക്കാരൻ, പണിക്കാരൻ, കൂലിക്കാരൻ പണിയെടുത്തെന്നാൽ എങ്ങനെ നന്നാവും? പക്ഷേ അയാളെ നശിപ്പിക്കണം എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഭൂ ഉടമകളൊക്കെ നശിപ്പിക്കപ്പെടേണ്ടതാണെന്നാണ്. എന്നാൽ എനിക്കാണ് ഒരു മൊത്തം ഒരു 50 ഏക്കർ ഭൂമി സംരക്ഷിച്ച് അത് കൃഷിയായിട്ട് നടത്താനുള്ള ശേഷിയോ കഴിവോ താല്പര്യമോ എനിക്കില്ലെങ്കിൽ പിന്നെ ഇതെന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് കൃഷിയും കൃഷിക്കാരനും, കർഷക തൊഴിലാളിയും കർഷകനും ശത്രുക്കളല്ല. കാർഷിക ഉൽപ്പന്നം വാങ്ങുന്ന കച്ചവടക്കാരനും കർഷകനും ശത്രുക്കളല്ല. കാർഷിക ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്ന വാണിജ്യക്കാരൻ അയാൾ ശത്രുവല്ല. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ ശൃംഖലയാണ്, ഒരു വലിയ ശൃംഖലയാണ്. ഒരു കണ്ണിയും ദുർബലപ്പെടാൻ പാടില്ല, ഒരു കണ്ണിയും അറ്റുപോകാനും പാടില്ല. ഈ കാഴ്ചപ്പാടാണ് മൊത്തത്തിൽ സാമ്പത്തിക ദൃഷ്ടിയിൽ. അപ്പോൾ അതിന് RSS എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? അതിലൊന്ന് ഈ പറഞ്ഞ BMSൻ്റെ തുടക്കത്തെ സംബന്ധിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, പ്രവർത്തന വീക്ഷണങ്ങളെ സംബന്ധിച്ച് അത് നടത്തിയിട്ടുള്ള ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ഭാരതീയ മസ്ദൂർ സംഘം, ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ. അപ്പോൾ അത്തരം ഒരു സംഘടനയുടെ പ്രവർത്തനവും വിശാലമായ കാഴ്ചപ്പാടുമൊക്കെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്, ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൃഷിയും കച്ചവടവും തൊഴിലും വ്യവസായവും എന്നൊക്കെ പറയുന്നത് രാജ്യത്തെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കണം. കുറച്ച് പേര് സമ്പന്നരാവുകയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ മാത്രമല്ല, രാജ്യം സ്വാശ്രയത്വത്തിലേക്ക് നയിക്കപ്പെടണം. അതിൻ്റെ കാരണക്കാരൻ ചിലപ്പോൾ മുതലാളിയായിരിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ആയുധം നിർമ്മിക്കുന്ന, ഈ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന എല്ലാം സർക്കാരല്ല. അതിനെ കഴിഞ്ഞ് നന്നായിട്ട് ചെയ്യുന്ന വ്യവസായികളുണ്ട്. അപ്പോൾ ആ വ്യവസായികളെ മുഴുവൻ തല്ലി ഓടിച്ച് ഇതെല്ലാം സർക്കാർ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ 7ാം കട സർക്കാരുണ്ടാക്കുന്ന എല്ലാം നന്നാവും? എല്ലാം നന്നായിക്കൊള്ളണമെന്നില്ല. എല്ലാ രംഗത്തും സർക്കാർ തന്നെയല്ല, സർക്കാരിനും മറ്റ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം നോക്കിയാൽ മതി. അത് പോരാ, ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം നോക്കണം, എല്ലാം നോക്കണ്ട. കാരണം ഒരിടത്ത് പോലും മൈനസ് മാർക്ക് വരാൻ പാടില്ല. സാധനം ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ആയുധം യുദ്ധമുന്നണിയിൽ ഉപയോഗിക്കാനാണ്. ആ സാധനത്തിന് എന്തെങ്കിലും ഒരു ചെറിയ പിഴ വന്നാൽ തീർന്നില്ലേ? അപ്പോൾ ഇതെല്ലാം 100,000 കാര്യങ്ങൾ 100% പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ ഉള്ള ഉത്തരവാദിത്വം സർക്കാരുണ്ട്. അത് സർക്കാർ ചെയ്യുമ്പം മറ്റതങ്ങനെയല്ല, സാധനം നന്നാണോ എന്ന് നോക്കിയാൽ മതി, അതിനുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതല്ല, അത് ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പൊതു ഉടമ എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ്
മുതലാളിത്ത അല്ലെ മുതലാളി പാടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യവസായം, ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടായിരുന്നെങ്കിൽ കേട്ടിരുന്ന മുദ്രാവാക്യം എന്താണ്? ടാറ്റ, ബിർള, ഗോയങ്ക, മുർദാബാദ് മുർദാബാദ്. ഇതായിരുന്നു ഒരു 50 കൊല്ലം മുമ്പ് വിളിച്ചിരുന്ന മുദ്രാവാക്യം. 40-50 കൊല്ലം മുമ്പ് സ്ഥിരം കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യം. ഈ 3 വാക്ക് അവർ പറയാത്ത ഒരു, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയേണ്ടില്ല, ആ സാഹചര്യം പറയുകയാണ്. ടാറ്റ, ബിർള, ഗോയങ്ക, ടാറ്റ ഇപ്പം മാറി അബാനി, അദാനി, അംബാനി. പിന്നെ 3ാമതൊരു പേര് വന്നിട്ടില്ല. പറയേണ്ട ആൾ നമ്മുടെ യൂസഫ് അലി, അത് പറയാൻ അവർക്ക് ഇത്തിരി മടി വരും. പക്ഷെ അദാനി, അംബാനി എന്നുള്ള പേര് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. അതെല്ലാ അദാനി ഇല്ല, കാരണം അദാനി കുഴപ്പമില്ല, വിഴിഞ്ഞത്തിലുള്ള അത്രേ ഉള്ളൂ. ഇപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച അദാനി ആയാലും അംബാനി ആയാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു വികലമായ സങ്കുചിതമായ കാഴ്ചപ്പാടാണ് ഭാരതീയമല്ലാത്ത ഈ വീക്ഷണങ്ങളിൽ, സാമ്പത്തിക വീക്ഷണങ്ങളിൽ വന്നത്. ഭാരത സംഘത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വമാണ് പ്രധാനം. സാമ്പത്തിക സ്വാശ്രയത്വം വേണം. ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് സുരക്ഷയ്ക്ക് വേണ്ടി അന്യനെ ആശ്രയിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഈ മേക്കിംഗ് ഇന്ത്യയുടെ കാലം വരെ എന്തായിരുന്നു അവസ്ഥ? ഇപ്പോൾ എന്തോരം സംവിധാനങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി. ഇപ്പോൾ അടുത്ത നാളിലാണല്ലോ ഇസ്രായേലിൻ്റെ യുദ്ധം നടക്കും, ഹമാസിൻ്റെ ആക്രമണമൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതിശയിച്ച്, ഞാനിപ്പോൾ അടുത്ത കാലം വരെയും നമ്മൾ അതിശയിച്ച് പോയിട്ടുണ്ട്. അവന്മാരുടെ ഈ അയൺ ഡോം എന്തോ സംഭവം, ഇത്തിരി പോന്ന ഈ നീറ് പോലത്തെ ഒരു രാജ്യമാണെങ്കിലും എത്ര ഈ സാധനം വന്നാലും അതിനൊക്കെ അടിച്ച് തെറിപ്പിക്കുന്ന അയൺ ഡോം, നമുക്കിതൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ആരോടും പറഞ്ഞില്ല. നിരാശയോടെ അല്പം ആലോചിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞപ്പോഴേ അവന്മാർ വിട്ട മിസൈലും വിമാനങ്ങളും ഒന്നും കാണാനില്ല എന്ന് വന്നപ്പോഴാണ് ഈ അയൺ ഡോമിൻ്റെ അപ്പനാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ന് തോന്നിയത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എത്ര കഴിവുറ്റവരാണ് ഈ രംഗത്തും, എല്ലാ രംഗത്തും ഈ രംഗത്തും. അപ്പോൾ അത് സ്വാശ്രയത്വമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പല രാജ്യങ്ങളും ആയുധം വാങ്ങുന്നു, ഉപഗ്രഹങ്ങൾ വാങ്ങുന്നു. ഉപഗ്രഹങ്ങൾ ഇത്രയും 100 ചില്ലാൻ ഉപഗ്രഹമൊക്കെ ഒന്നിച്ച് അയച്ചില്ലേ, നമ്മുടെ അയച്ചില്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ഒരു സ്വാശ്രയത്വം ഈ ശാസ്ത്ര രംഗത്തോ ഗവേഷണ രംഗത്തോ ഇതുപോലെ വ്യവസായ രംഗത്തോ ആലോചിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് വേറൊരു കാര്യമാണ്, രാഷ്ട്രീയം. പക്ഷെ സംഘം ആലോചിക്കുന്നത് രാജ്യം സ്വാശ്രയ ആകുക എന്നുള്ളതാണ് അതിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പരമപ്രധാനം. പരാശ്രയം എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ അടിമത്തമാണ് ഏതെങ്കിലും കാര്യത്തിൽ. അപ്പോൾ സ്വാശ്രയത്വം എന്നുള്ള അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. അത് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റാണ്. അതിനെന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം വരും. ഈ സ്വാശ്രയത്വത്തിന് പല സംവിധാനങ്ങളുണ്ട്, മുമ്പേ പറഞ്ഞാൽ. അതിലൊന്നാണ് സഹകരണ മേഖല. സഹകരണ മേഖല ഭാരതത്തിൻ്റെ സഹകരണ സംഘങ്ങൾ തന്നെ മുഴുവൻ ഭാരതത്തിലും ഇപ്പോൾ ഉണ്ട്. സഹകാർ ഭാരതി എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തനമുണ്ട്. 10,000 അതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിലുണ്ട് 100 കണക്കിനുണ്ട്. ഓരോ ജില്ലയിലും ഉണ്ട് സഹകാർ ഭാരതിയുടെ യൂണിറ്റുകളുണ്ട്. അപ്പം സഹകാർ ഭാരതി എന്നതിലൂടെ സഹകരണ മേഖല എങ്ങനെ ശക്തിപ്പെടുത്താം. സഹകരണ മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ജനങ്ങളും ആണല്ലോ, ഉടമസ്ഥരും അവരാണ്, നടത്തിപ്പുകാരും അവരാണ്, ഉൽപ്പാദകരും അവരാണ്. അപ്പോൾ ഉണ്ടാകുന്നൊരു മെച്ചമുണ്ടല്ലോ, ചൂഷണം ഒഴിവാകും. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ, സഹകരണ മേഖലയെ കൊണ്ട് എങ്ങനെയൊക്കെ ചൂഷണം നടത്താം, അതിനെങ്ങനെ ദുരുപയോഗിക്കാം എന്നുള്ളതിന് കേരളം ഒരു പാഠപുസ്തകമാണ്, കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ദേശീയമായ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വം, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ സാധാരണക്കാരൻ്റെ സാമ്പത്തിക ലെവൽ ഉയർത്തുക. അവൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, അവൻ തന്നെ വിപണനം നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ലാഭവിഹിതം അവന് തന്നെ കിട്ടുക, അവിടെ വേറൊരു മുതലാളിയില്ല. ആ നിലയിൽ സഹകരണ മേഖലയിൽ ഇപ്പോൾ ദേശീയമായ തലത്തിൽ വളരെ വ്യാപകമായി സംഘപ്രവർത്തനം നടന്നു വരുന്നുണ്ട്, സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ഈ സഹകരണ മേഖലയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവരണങ്ങളും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു കണ്ടൻറ്റാണ്, ഒരു ഉള്ളടക്കമാണ്. മറ്റൊന്ന്, ഈ എല്ലാ രംഗത്തും, സാമ്പത്തികമായ എല്ലാ രംഗത്തും സ്വദേശി എന്നൊരു സങ്കല്പം അത് പണ്ടേ സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. സംഘം മുന്നോട്ട് വയ്ക്കുന്നതിന് മുമ്പ് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് തിലകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഗാന്ധിജി മുന്നോട്ട് വെച്ച സ്വദേശി ഈ സങ്കല്പം എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകൻ തുടങ്ങിയതാണ്. സ്വദേശി ഫണ്ട് എന്ന് പറഞ്ഞ് തിലക ഫണ്ട് എന്നും പറഞ്ഞിട്ട് വരെ തിലകൻ്റെ മരണശേഷം സമാഹരിച്ചിരുന്നു ഫണ്ട്. അപ്പം
ബാലഗംഗാധര തിലകൻ അടക്കമുള്ളവർ അതിന് മുൻപ് ഉള്ളവരും അതേ ആശയങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ സ്വദേശി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ളതൊരു നിഷേധാത്മകമായ വീക്ഷണമാണ്. സംഘം മുന്നോട്ട് വയ്ക്കുന്ന RSS മുന്നോട്ട് വയ്ക്കുന്ന സ്വദേശി സങ്കല്പം അതല്ല. ഇപ്പോൾ അതിൻ്റെ തകരാറ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിലകനും ഗാന്ധിജിയൊക്കെ സ്വദേശി പറഞ്ഞു, സ്വദേശി പറയുകയും വിദേശ വസ്തു ബഹിഷ്കരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം ഒക്കെ ഉണ്ടായി. വിദേശ വസ്ത്രങ്ങൾ കത്തിച്ച് കളയുക, ഇങ്ങനത്തെ ഒക്കെ ഏർപ്പാടുണ്ടായി. അതിൻ്റെ ഒരു തകരാറ്, അത്തരമൊരു സ്വദേശി വികാരത്തിൻ്റെ തകരാറ് എന്ന് പറയുന്നത്, അപ്പോൾ വിദേശികൾ പോയി, ഇപ്പം ബ്രിട്ടീഷുകാർ പോയി, ഇനിയിപ്പം സ്വദേശി പറയേണ്ട ആവശ്യം എന്താ? അപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വദേശി എന്ന സങ്കല്പം അപ്രസക്തമായി മാറുന്നു. അത്തരം ഒരാശയം നിഷേധാത്മകമായ സ്വദേശി വീക്ഷണം മുന്നോട്ട് വെച്ചാൽ. RSS മുന്നോട്ട് വയ്ക്കുന്ന സ്വദേശി എന്ന് പറയുന്നത് അതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വായുജിത്ത് എൻ്റെ ഒരു ശത്രുവാണ്, വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കാണ് ശരീരം അത്ര മെച്ചമൊന്നുമല്ല, 2 അടി കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പോയി കളരിയൊക്കെ പഠിച്ച് 5-6 വർഷം പണിയൊക്കെ എടുത്ത് എല്ലാ അഭ്യാസങ്ങളും 18 അടവും കഴിഞ്ഞ് 19 പഠിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ വായുജിത്ത് നാട് വിട്ടു പോയി വേറെ എങ്ങാണ്ടാണ് ഈ പണി എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചതെല്ലാം പാഴായില്ലേ, എൻ്റെ കാശും പോയി, ആയുസ്സും പാഴായതും മിച്ചം, കഷ്ടപ്പെട്ടത് മിച്ചം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ് പഠിക്കുന്നത് എങ്കിൽ ഒരു നിഷേധാത്മകമായ ഉദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് പിന്നെ പ്രാധാന്യമില്ലാതെയായി മാറുന്നു, പ്രസക്തി നഷ്ടപ്പെടുന്നു. അതിന് പകരം എൻ്റെ ആരോഗ്യത്തിനെ പോഷിപ്പിക്കാനാണ് ഞാൻ കളരി പഠിച്ചിരുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എനിക്ക് ഗുണപ്പെടും. ഞാനത് അനുവർത്തിക്കുകയും അനുസരിക്കുകയും തുടർച്ചയായിട്ട് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ വിദേശ വസ്തു ബഹിഷ്കരണം അല്ല വിദേശ വിരോധം എന്നുള്ളത്. സ്വദേശി എന്നുള്ളതിനെ സംഘം RSS മുന്നോട്ട് വയ്ക്കുന്ന സ്വദേശി സങ്കല്പത്തിന് ഒരു നല്ല ഉദാഹരണം, വളരെ ലളിതമായ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതിന് വായുജിത്തിൻ്റെ അമ്മയെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ എന്തിനാ വായുജിത്തിൻ്റെ അവിടെ വെറുത്താലേ ഇവിടെ സ്നേഹം ഉണ്ടാവൂ, അങ്ങനെയില്ലല്ലോ. അപ്പോൾ അതൊരു നിഷേധാത്മകമായ, എൻ്റെ അമ്മയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് മറ്റൊരു ഉപാധി ആവശ്യമില്ല. വായുജിത്തിൻ്റെ അമ്മയും എനിക്കപ്പോൾ സ്നേഹിക്കാൻ പറ്റും, ശരിയായ സ്നേഹമാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു വീക്ഷണമാണ് സ്വദേശി സങ്കല്പത്തിൽ RSS മുന്നോട്ട് വയ്ക്കുന്നത്. ഭാരതത്തിൻ്റെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്വദേശി ഉൽപ്പന്നം മാത്രമല്ല. ഇപ്പോൾ RSS മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോൾ ഈ പഞ്ചപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് ഈ ശതാബ്ദിയുടെ കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമുണ്ട്. അതിലൊന്ന് സ്വദേശി എന്നുള്ളതാണ്. ആ സ്വദേശി എന്നുള്ളത് കേവലം സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം മാത്രമല്ല, സ്വദേശി വേഷം, സ്വദേശി ഭാഷ, സ്വദേശ ഭൂഷ, അലങ്കാരങ്ങൾ, ആഘോഷങ്ങൾ, ആഹാരക്രമം, അതത് നാടിൻ്റെ ആഹാരക്രമമുണ്ട്, അതത് നാടിൻ്റെ ആഘോഷങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കൊച്ചാഘോഷം ഉണ്ടാവും, പുറത്തു നിന്ന് വലിയ ദാർശനിക ദൃഷ്ടി നോക്കിയാൽ ചുമ്മാ ബാലിശമായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും തമാശയും രസവും ഒക്കെ ഉണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ആ നാടിൻ്റെ ഒരു ആഘോഷവും ഇപ്പോൾ ചില ഇടത്ത് ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ്. ചീത്ത വിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ച് കളിക്കുന്നൊരു കളി ഉണ്ടായിരുന്നു, കബഡി കളി പോലെ വേറൊരു കളിയാണ്. പാട്ടായിട്ടാണ് പാടുക. അത് പറയുന്നത് മുഴുവൻ ചീത്തയായിരിക്കും, പക്ഷെ അത് പാട്ട് രൂപത്തിൽ പാടുകയാണ്. പാടാൻ അറിയാവുന്നവർ നല്ല സുന്ദരമായിട്ട് തെറി പാട്ട് പാടിയിട്ട് ഇങ്ങനെ 2 ടീമായിട്ട്. അപ്പോൾ ആ കളി വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത്തരം കളി വേണമെന്നല്ല. അതത് നാടിൻ്റെ കൊച്ചു കൊച്ചു അസ്തിത്വങ്ങൾ, കൊച്ചു കൊച്ചു ഐഡൻറ്റിറ്റികൾ സംരക്ഷിക്കുക. ഈ വൈവിധ്യം എന്ന് വലിയ വിശാലമായ വാക്കുകൾ പ്രസംഗിച്ചാൽ പോരാ. നമ്മുടെ നാട്ടിൽ എന്താണ് ബഹുസ്വരത എന്ന വലിയ കനമുള്ള വാക്കൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ട്. ആ ബഹുസ്വരത എന്ന് വെറുതെ ഖനത്തിൽ പറഞ്ഞാൽ പോരാ. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞ് ഐഡൻറ്റിറ്റികളെയും നിലനിർത്തണം, പരിപോഷിപ്പിക്കണം, അത് അനുവർത്തിക്കുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ സംഘം മുന്നോട്ട് വയ്ക്കുന്ന സ്വദേശി സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഗ്രാമത്തിൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നിത്യോപയോഗ വസ്തു. അങ്ങനെയാണ് ആദ്യം നമ്മൾ അവിടുന്ന് വാങ്ങണം. നാട്ടിലൊരു പച്ചക്കറി കച്ചവടക്കാരനുണ്ട്, അവൻ്റെ പറമ്പിൽ കൃഷി ചെയ്യുന്നു, അതാദ്യം വാങ്ങണം. നിങ്ങൾ ബ്രാൻഡഡ് സാധനമാണ്, ക്വാളിറ്റി കൂടിയതാണെന്നൊരു കാഴ്ചപ്പാടുണ്ട്. എല്ലാം അങ്ങനെയൊന്നുമല്ല. പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നല്ലോ, സ്റ്റാർ ഹോട്ടലിൽ കയറിയാൽ നല്ല ഫ്രഷ് ആഹാരം കിട്ടുന്നെന്ന്. ഇപ്പം എറണാകുളം, കേരളത്തിലെ എത്ര ഹോട്ടലുകളിൽ നിന്ന്, വലിയ ഹോട്ടലുകളിൽ നിന്ന് ചീഞ്ഞ സാധനം പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ബ്രാൻഡഡ് ആവുക
എന്നൊന്നും പറയുന്നത് അല്ല. മറ്റൊരു സംസ്കാരവും കൂടി ഞാൻ പറയും സ്വദേശി സങ്കല്പത്തിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് കപ്പ വാങ്ങിച്ചു, 1 കിലോ കപ്പ വാങ്ങിച്ചു, അല്ലെങ്കിൽ 1 കിലോ പച്ചക്കറി വാങ്ങിച്ചു, എന്തെങ്കിലും, അല്ലെങ്കിൽ 1 കിലോ മത്തി വാങ്ങിച്ചു എന്ന് വിചാരിച്ചു. അത് ത്രാസിൽ വെച്ച് തൂക്കി പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും തൂക്കി കഴിഞ്ഞാൽ ഒരു ശകലം കൂടെ മിച്ചം വിടും. നാട്ടിൻ പുറത്ത് പിടിയിലൊക്കെ ഒരു പിടി സാധനം കൂടെ കൂടുതലിടും. എന്തിനാത്? മേടിക്കുന്ന ആളിന് ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത്. അതൊരു സംസ്കാരമാണ്. ബ്രാൻഡഡ് സാധനം മില്ലിഗ്രാം പക്ക ആക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അതിൽ ചില്ലുവാനമില്ല. ഇത് ചില്ലുവാനവും നമ്മൾ പറയും, അതിൽ ചില്ലുവാനമില്ല. അതൊരു സംസ്കാരമാണ്. നിങ്ങൾക്ക് കുറഞ്ഞു പോകരുത് എന്നുള്ള ഒരു സംസ്കാരം. ഇത് സ്വദേശിയാണ്. അപ്പോൾ സ്വദേശി എന്നുള്ളതൊരു ജീവന ശൈലിയാണ്, ഒരു ജീവിത ദർശനമാണ്. ആ ദർശനം കൊണ്ടുവരണമെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ സഹകരണ മേഖല ഒക്കെ വരുമ്പം നാട്ടിൻപുറത്തേക്ക് നമ്മുടെ വ്യവസായവും കച്ചവടവും ഒക്കെ വരും. അത്തരം ഒരു കാഴ്ചപ്പാട്, അതുപോലെ അത് ഈ പുസ്തകത്തിൻ്റെ ഒരു വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊന്ന് ഈ ചെറുകിട വ്യവസായം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതൊരു സ്കീമുണ്ട്. അതിനൊരു സംഘടനയുണ്ട്, ലഘു ഉദ്യോഗ ഭാരതി എന്നാണ് അതിൻ്റെ പേര്. മുഴുവൻ ഭാരതത്തിലും ഈ അതായത് ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ ഒരു സഹകരണ പ്രസ്ഥാനമുണ്ട്. അതിനെ പോഷിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഫുൾ ടൈമേഴ്സുണ്ട്, പ്രചാരകന്മാരുണ്ട്. അപ്പം സഹകരണ മേഖലയും ചെറുകിട വ്യവസായ മേഖലയും പരിപോഷിപ്പിക്കുക. എന്താ അതിൻ്റെ പ്രയോജനം? അതിൻ്റെ പ്രയോജനം എന്ന് പറയുമ്പം, ചെറുകിട വ്യവസായം എന്ന് പറയുമ്പം കോടാനുകോടി ലക്ഷക്കണക്കിന് കോടിയുടെ വ്യവസായമല്ല, പക്ഷേ ആ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ദശലക്ഷങ്ങളോ ഒക്കെ ടേൺ ഓവറായിരിക്കും. അപ്പോൾ ലോക്കൽ ലെവലിലുള്ള സാമ്പത്തിക വ്യവഹാരങ്ങൾ വർദ്ധിക്കുകയും ജനങ്ങളുടെ സാമ്പത്തിക നിലവാരം ഉയരുകയും ചെയ്യും. സഹകരണ മേഖലയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ലഘു ഉദ്യോഗ ഭാരതി, അതായത് ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ വർധനവിലൂടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതും സാമ്പത്തിക അപ്പോൾ ഇത് വർദ്ധിപ്പിക്കണം എന്ന് 2 കൂട്ടർക്ക് തോന്നണം, 3 കൂട്ടർക്ക് തോന്നണം. ഒന്ന്, ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാവണം. ഞാനിങ്ങനെ 500 രൂപ കൂലിക്ക് മാത്രം നിന്നാൽ പോരാ, സ്വന്തമായിട്ടൊരു ചെറുകിട വ്യവസായം തുടങ്ങും. അവനവൻ്റെ കൊക്കിനൊതുങ്ങുന്നത്, ഇപ്പോൾ കൊക്കെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം അത് എങ്കിൽ പോലും അവനവൻ്റെ കൊക്കിനൊതുങ്ങുന്ന വെച്ചാൽ വായിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നർത്ഥം. അവനവന് താങ്ങാൻ പറ്റുന്ന ചെറിയ ചെറിയ വ്യവസായം ഇപ്പോൾ ഇഷ്ടം പോലെ വന്നില്ല. ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ചില പദ്ധതികളൊക്കെ വന്നു. ഈ ചെറിയ സ്വന്തം നിലയ്ക്കുള്ള വ്യവസായ സ്ഥാപനങ്ങൾ എത്രയോ, വ്യവസായം മാത്രമല്ല ചെറുകിട വ്യവസായ സംരംഭകർ ധാരാളമായിട്ട് വർദ്ധിച്ചു. അതിനുള്ള പ്രവർത്തനം ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇതിനായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിയും സാമ്പത്തിക മേഖലയാണല്ലോ. ആ കാർഷിക രംഗത്ത് ഇപ്പോൾ കിസാൻ സംഘ് പോലെയുള്ള പ്രവർത്തനം പണ്ടേ ഉണ്ട്. അതും ആയിട്ട് ചേർന്നിട്ട് സഹകരണ മേഖലയുണ്ട്. അതുമായിട്ട് ചേർന്നിട്ട് ഈ പറഞ്ഞ ചെറുകിട വ്യവസായം വേണമെങ്കിൽ ഇതും ഒരു പരസ്പര പൂരകമാണ്. കൃഷി ഉൽപ്പന്നം, കർഷകൻ കൃഷി ചെയ്യുന്നു, കൃഷി ഉൽപ്പന്നം, ആ ഉൽപ്പന്നം കൊണ്ട് വിപണനത്തിലൂടെ പിന്നെ വ്യവസായ യൂണിറ്റുകൾ, ചെറിയ ചെറിയ വ്യവസായ യൂണിറ്റുകൾ, ആ വ്യവസായ ഉൽപ്പന്നത്തിൻ്റെ വിപണനം. അപ്പോൾ ഇതൊരു പരസ്പര പോഷകവും പരസ്പര പൂരകവുമായിട്ട് മാറും. അപ്പോൾ കാർഷിക മേഖലയെ, സാമ്പത്തിക ദൃഷ്ടിയിൽ കൃഷി മേഖലയെ എന്താണ് നമ്മൾ RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ നടത്തി, ഇപ്പോൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞ പോലെ ഈ പുതിയൊരായാം എന്നുള്ള നിലയ്ക്ക് സ്വദേശി എന്നുള്ളതും മുന്നോട്ട് വെച്ചുകൊണ്ട് വേറൊന്നുണ്ട്, ഉപഭോക്തൃ മേഖല, കൺസ്യൂമർ മേഖല. പണ്ടേ നമ്മുടെ നാട്ടിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അതിനുള്ള പ്രവർത്തനം സംഘം തുടങ്ങിയിട്ടുണ്ട് കുറേ വർഷമായിട്ട്. ഉപഭോക്തൃ മേഖല തന്നെയുണ്ട്, അതിനുവേണ്ടിയുള്ള പ്രത്യേക ഒരു സംഘടന തന്നെയുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളും വ്യാപകമായി ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അതിനുവേണ്ടിയുള്ള ചെറിയ യൂണിറ്റുകൾ, കൊച്ചു പ്രവർത്തനങ്ങളാണ്. അത്തരം കൊച്ചു പ്രവർത്തനങ്ങളാണല്ലോ, കൊച്ചു അലകളാണ് വലിയ തിരമാലകൾ സൃഷ്ടിക്കുന്നത്. രാജ്യത്തൊരു പരിവർത്തനം വരുത്തണമെങ്കിൽ, ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ ആണല്ലോ ഈ പുസ്തകം, സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ പരിവർത്തനം വരുത്തണം എന്ന് പറഞ്ഞെന്നാൽ ആഗോളതലത്തിലുള്ള വലിയ വിപ്ലവം നടത്തി അട്ടിമറികളിലൂടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ഗതി നമ്മുടെ ലോക ചരിത്രത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് പകരം ഓരോ ഗ്രാമത്തിലും, ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറയണം, നമ്മുടെ ഓരോ നാട്ടിലും ഓരോ കരയിലും ഇങ്ങനത്തെ കൊച്ചു സംരംഭങ്ങളുണ്ടാകുമെന്ന് വിചാരിക്കുക. അത്തരം കൊച്ചു സംരംഭങ്ങളുടെ കൂട്ടായ്മകളുണ്ടാകുമെന്ന് വിചാരിക്കല്ല, അങ്ങനെ ഉണ്ട്. അതിനെ ചേർത്ത് വരുന്നു. ആ കൊച്ചലകൾ കൂടിച്ചേർന്നാൽ
രാജ്യമൊട്ടാകെ ഒരു വലിയ ഒരു തിരമാല തന്നെ സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ ഈ ഭൗതിക രംഗത്ത് വലിയ ഒരു തിരയടിക്കാൻ കഴിയും. അതിൻ്റെ പരിവർത്തനങ്ങളാണ്, അതിൻ്റെ അനുരണനങ്ങളാണ്, അഥവാ അത്തരം തിരകളുടെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 100 കൊല്ലമായിട്ട് പല കാലങ്ങളിലായി തുടങ്ങി വന്ന അത്തരം പ്രവർത്തനങ്ങളുടെ കൊച്ചലകളുടെ കൂടിച്ചേർന്ന വലിയ തിരയടിയാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഇതെവിടുന്ന് വന്നു എന്നുള്ളതാണെങ്കിൽ ഓരോ കുഞ്ഞു നാട്ടിലും ഗ്രാമങ്ങളിലും നടത്തിയ, വനവാസി ഗ്രാമങ്ങളിലടക്കം നടത്തിയ കൊച്ചലകളുടെ കുഞ്ഞോളങ്ങളുടെ പ്രതിഫലനം തന്നെയാണ്. അപ്പോൾ ഇത് കൂടുതൽ അളവിലും വേഗതയിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് RSSൻ്റെ ഒരു സാമ്പത്തിക വീക്ഷണവും ശൈലിയും പ്രവർത്തനവും.